നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് ഈ കാണുന്ന പോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പോയിന്റുകൾ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. എസ്പെഷ്യലി ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തി വെക്കുന്നു. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഡേയിൽ ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തുനിന്ന് മുകളിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യും. അതല്ല, താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ബൈ ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ ബൈയും സെല്ലും ചെയ്തുകൊണ്ട് ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തി അതിനെ മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് എൻട്രികൾ എടുക്കാം, അതിന് എത്ര ശതമാനം വിജയ സാധ്യതയുണ്ട് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ബാക്ക് ടെസ്റ്റ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 29 ദിവസത്തെ ബാക്ക് ടെസ്റ്റിംഗ് നമ്മൾ കോൾ ഇന്ത്യയിൽ നടത്തി കഴിഞ്ഞു. അപ്പോൾ അത് നടത്തുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുപഠിക്കാൻ ആവശ്യമായ രീതിയിൽ ഇതിനകത്ത് നമ്മൾ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒപ്പം തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും പോയിന്റുകൾ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും കാതലായ കാര്യം സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മളത് മാർക്ക് ചെയ്യുന്നതിൻ്റെ ആക്യുറസി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വിൻ റേഷ്യോ കൂടാനുള്ളൊരു സാധ്യത അവിടെ കൂടിക്കൂടി വരുന്നുണ്ടാവും. അപ്പോൾ ഇത് കൃത്യമായി ഒന്ന് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് ആയിക്കോട്ടെ, അതല്ല ട്രെൻഡ് ട്രേഡിംഗ് ആയിക്കോട്ടെ, ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി ഇവിടെ നമുക്ക് കാണാം, നമ്മൾ ഈ ഒരു ഒരു ബിഗ് ഫോൾ ഇവിടെ കാണിച്ചപ്പോൾ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു. പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം താഴത്തൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതിൽ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോൾ എത്രമാത്രം ഹ്യൂജ് ക്രാഷാണ് കഴിഞ്ഞ ദിവസം അവസാനം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലേക്ക് പിന്നെ മാർക്കറ്റ് പ്രൈസിനെ അടുപ്പിക്കുന്നില്ല, ഇവിടെ എത്തിയപ്പോൾ തന്നെ സെല്ല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്കിവിടെ കാണാം, പിന്നീട് ആ ഏരിയയിലേക്ക് 2-3 തവണ മാർക്കറ്റ് അങ്ങോട്ട് എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാതെ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ താഴത്തേക്ക് വരുമ്പോഴൊക്കെ ഈ ഒരു ലൈനിനോട് ചേർന്ന് ഇവിടെ സപ്പോർട്ടും നല്ല രീതിയിൽ കിട്ടിയിരുന്നു. എന്നിരുന്നാലും ഈവനിങ് ടൈം കൂടുതൽ ആൾക്കാർ സെല്ലേഴ്സ് മുകളിലുണ്ടായിരുന്നു എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വന്ന ഈ ഒരു ഫോള് അല്ലെ സെല്ലേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴത്തെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിലേക്ക് പോയതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്തു പോവുക, ഒപ്പം നമ്മുടെ ബാക്ക് ടെസ്റ്റിനെയും മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മൾ 30-ാം തീയതി വരെയുള്ള ബാക്ക് ടെസ്റ്റ്, അതായത് 2024 ഡിസംബർ 30-ാം തീയതി വരെയുള്ള ബാക്ക് ടെസ്റ്റ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ലെവലുകൾ നമുക്കിനി മാർക്ക് ചെയ്ത് പോകണം. അപ്പോൾ 30-ാം തീയതി നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 31-ാം തീയതി ട്രേഡ് എടുക്കണം. 31-ാം തീയതി ട്രേഡ് എടുക്കാനായിട്ട് നമ്മൾ എവിടെ നിന്ന് മാർക്ക് ചെയ്യണം? നമ്മളിത് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോളിയം കാണിച്ചേക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൺഫ്യൂസിങ് ആണ്. സോ നമുക്കിവിടെ കാണാം, ഇവിടുന്ന് നല്ലൊരു ഫോളാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ആ വോളിയം കാണിച്ചേക്കുന്നത്. എനിവേ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇവിടെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്, അതനുസരിച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊന്ന് നോക്കാം. ഇവിടുന്ന് നല്ലൊരു ഫോള് കാണിച്ചതിന് ശേഷം റീടെസ്റ്റ് വന്നു, വീണ്ടും മാർക്കറ്റ് ഡൗൺ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഫോൾ ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴെ പോയതിന് ശേഷം ഇവിടെ റീടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ തൽക്കാലം അവിടേക്ക് ഒരു മാർക്കിങ് കൊടുക്കുവാണ്. ഒപ്പം തന്നെ നമ്മളിവിടെ വോളിയം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം വോളിയം വളരെ ശുഷ്കമായ വോളിയമാണ്. സോ ദാറ്റ് ആ ദിവസം അത്യാവശ്യം വലിയ വോളിയം ഇല്ലാത്തൊരു ഡേയുമായിരുന്നു. എനിവേ നമ്മളിവിടെ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഈ ഒരു സപ്പോർട്ടിനെ നമ്മളിവിടെ നിന്ന് എടുത്ത് മാറ്റുവാണ്. കാരണം പിന്നീട് മാർക്കറ്റ് താഴത്ത് ഇവിടെ വരെ ഫോള് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ വരുവാണ്. ഈ മാർക്ക് ചെയ്ത് വെച്ചതിനെ ഡിപ്പെൻഡ് ചെയ്ത് ട്രേഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ 31-ാം തീയതിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വന്ന് ഈ ഫോള് കൊടുത്ത ഏരിയയിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്യും. അവിടുന്ന് സെല്ല് ചെയ്താൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? 0.5% സ്റ്റോപ്പ് ലോസിലേക്ക് പോയിട്ടില്ല. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 1%ൻ്റെ ടാർഗറ്റ് കിട്ടുന്നുമുണ്ട്. സോ ദാറ്റ് 1:2 റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 31-ാം തീയതി 1:2 റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ ജേണലിൽ അത് അടയാളപ്പെടുത്തി വെക്കുവാണ്. 31-ാം തീയതി
നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ഹിറ്റ് ചെയ്ത് മുകളിലത്തെ റെസിസ്റ്റൻസിലാണ്. നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസിൽ എപ്പോഴാണോ മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്യും. റെസിസ്റ്റൻസിൽ നിന്ന് ഒരിക്കലും നമ്മൾ ബൈ ചെയ്യുന്നുണ്ടാവില്ല, ബിക്കോസ് നമ്മൾ റിവേഴ്സൽ ട്രേഡർ ആണ്. നമ്മളവിടെ റെസിസ്റ്റൻസ് കണ്ടാൽ നമ്മൾ സെല്ല് ചെയ്യും, സപ്പോർട്ട് കണ്ടാൽ നമ്മൾ ബൈ ചെയ്യും. ഇനി താഴത്ത് വന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ ബൈ ആയിരിക്കും. ഫസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്ന താഴത്തായിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ ബൈ ചെയ്യുമായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളിവിടുന്ന് സെല്ലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ അത് അടയാളപ്പെടുത്തി വെക്കുക. നമ്മൾ ലോങ് എൻട്രി ആയിരിക്കില്ല അന്ന് എടുക്കുന്നത്, അന്ന് ഷോർട്ട് എൻട്രി ആയിരിക്കും എടുക്കുന്നത്, ഒരു ഷോട്ട്. നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ എല്ലായ്പ്പോഴും 1:2 റിസ്ക് റിവാർഡാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 2 എന്ന് അടയാളപ്പെടുത്തുന്നത് 2 പോർഷൻ പ്രോഫിറ്റ് നമുക്ക് അന്ന് കിട്ടും. കാരണം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു, അവിടുന്ന് 1% താഴത്തേക്ക് വന്നു, അതുകൊണ്ട് നമുക്ക് 2 പോർഷൻ പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ നമ്മളിവിടെ മുകളിൽ കാണുന്നത് കാണാം, പ്രോഫിറ്റ് മൊത്തം പോർഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് 17 ദിവസം 2 വെച്ചിട്ട് 34 പോർഷൻ പ്രോഫിറ്റും 13 ദിവസം 1 വെച്ചിട്ട് 1 പോർഷൻ വെച്ചിട്ട് 13 പോർഷൻ ലോസും. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നെറ്റ് വിൻ റേഷ്യോ ആണ് നമ്മളിവിടെ കണക്കൂട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് അതിൽ 17 ദിവസം പ്രോഫിറ്റ് കിട്ടിയപ്പോൾ അത് 57% വിൻ റേഷ്യോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയുടെ ട്രേഡ് എടുക്കണം. അപ്പോൾ 31-ാം തീയതി നമുക്ക് പ്രോഫിറ്റ് കിട്ടി. നമുക്കിവിടെ കാണാം, ആക്ച്വലി മാർക്കറ്റ് അന്ന് ട്രെൻഡ് ആയേക്കുന്നത് മുകളിലേക്കാണ്, അപ്പ് ട്രെൻഡാണ് പോയേക്കുന്നത്. എന്നിട്ട് പോലും ആസ് എ റിവേഴ്സൽ ട്രേഡർ നമുക്ക് വേണ്ട 1:2 റിസ്ക് റിവാർഡ് നമുക്കിവിടെ കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ വരുന്ന ജനുവരി 1-ാം തീയതിയാണ്. അത് നമുക്കിവിടെ കാണാം. സോ അന്നത്തെ ട്രേഡ് എടുക്കാൻ വേണ്ടിയ മാർക്കിങ്ങുകൾ നമുക്കിവിടെ നടത്തണം. അപ്പോൾ നമുക്ക് ഈ വരച്ചേക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഒന്ന് റീറൈറ്റ് ചെയ്യണം. കാരണം ഇവിടെ താഴത്തെ ലെവലിലേക്ക് അത് ടച്ച് ചെയ്തിട്ടില്ല, മറിച്ച് ഇവിടുന്ന് ഒരു നല്ല മൂവാണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. സോ ദാറ്റ് ഈ സപ്പോർട്ടിനെ നമ്മൾ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുകയാണ്. ഇനി വോളിയം പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് 1.7 മില്യൺ ഉണ്ട്, നേരെ മറിച്ച് 913 സെല്ലേഴ്സ് ഉള്ളത്. സോ ഇങ്ങോട്ടേക്ക് നമ്മൾ സപ്പോർട്ട് കയറ്റി വെച്ചത് ഏകദേശം വോളിയം ബേസിലും അത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത് നമുക്ക് തോന്നുന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, വോളിയം 518 ഉണ്ട്. അതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിലെ വോളിയം 345 ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് പിടികിട്ടിയില്ല എങ്കിൽ, തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഈ സപ്പോർട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇന്നലെ ക്ലോസ് ചെയ്തത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് തൊട്ട് താഴത്ത് വരുന്നൊരു സപ്പോർട്ട് ഏരിയയും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വോളിയവും കൂടെ നമ്മളൊന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിന് എന്ത് സംഭവിച്ചു? 28K വോളിയമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ദിവസത്തെ ഈ ഏരിയയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയയാണ്. അവിടെ നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം ഇടുമ്പോൾ 271 സപ്പോർട്ടും 190 സെല്ലേഴ്സുമാണ് അവിടെ ഉള്ളത്. സോ ദാറ്റ് അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയെ നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് കയറ്റി വെക്കാം എന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. അതായത് നല്ലൊരു മൂവാണ് ഇവിടുന്ന് മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് നമ്മൾ ആ ഏരിയ അങ്ങോട്ട് കവർ ചെയ്തു. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിൽ നിന്ന് ഈ സപ്പോർട്ട് വരെ നമുക്ക് ഏകദേശം ഒരു 0.5%. ഇനി ഈ സപ്പോർട്ടിൽ നിന്ന് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരെ നമുക്ക് 0.73% ചേഞ്ചുമാണുള്ളത്. അത് എത്രയോ ആയിക്കോട്ടെ, നമ്മൾ ഈ കാണുന്ന ഏരിയകൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് 1-ാം തീയതി ട്രേഡ് എടുക്കണം. 1-ാം തീയതി ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു, ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ ടച്ച് കൊടുത്തു. മനസ്സിലാക്കുക, ഇവിടെ പോയി ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ പലതവണ മാർക്കറ്റ് 1, 2, 3 തവണ താഴത്ത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ അന്നത്തെ ദിവസം എന്തായാലും ലോങ് എൻട്രിയെ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലോങ് എൻട്രി എടുക്കുന്നു. ലോങ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 0.5% ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അന്നത്തെ ദിവസം പിന്നെ 0.5% അടുത്തേക്കേ മാർക്കറ്റ് വന്നിട്ടില്ല. അതായത് ഈ സപ്പോർട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് അടയാളപ്പെടുത്തിയാണ്, ഇന്നലത്തെ ദിവസത്തിൽ നിന്ന് മാത്രമല്ല. അപ്പോൾ അതത്ര വാലിഡ് ആയിരുന്നു. സോ ദാറ്റ് നമുക്കിവിടെ 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല മാർക്കറ്റ് പിന്നെയും കുറച്ചുകൂടെ മുകളിലേക്ക് പോയിട്ടുണ്ട്. മാക്സിമം കിട്ടാമായിരുന്നത് നോക്കിക്കഴിഞ്ഞാൽ 1:2.5 വരെ അന്ന് കിട്ടാമായിരുന്നു. നമ്മൾ എടുക്കുന്നത് എത്രയാണ്? നമ്മളിവിടെ കണക്കിൽ നോക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടോ എന്നത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ജനുവരി 2025 നമ്മൾ കടക്കുവാണ്. അപ്പോൾ അത് ബുധനാഴ്ചയാണ്.
നമുക്ക് ലോങ് എൻട്രിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തുവാണ്. ലോങ് എൻട്രി നമ്മൾ അടയാളപ്പെടുത്തി. നമുക്ക് 1:2 റിസ്ക് റിവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോസ് ഇല്ല. ഇനി മാർക്കറ്റ് മാക്സിമം കൊടുത്തിട്ടുള്ള ആക്ച്വൽ റിസ്ക് റിവാർഡാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെക്കുന്നത്. അത് നമുക്കിവിടെ കാണാവുന്നതാണ്. ആക്ച്വലി അത് കൊടുത്തിട്ടുള്ളത് 1:2.5 ആണ്. 2.5 നമ്മൾ തൽക്കാലം അടയാളപ്പെടുത്തുന്നില്ല. 1:3, 4, 5 അങ്ങനെ റൗണ്ട് ചെയ്ത് മാത്രമേ നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 1:2 എന്ന് ഇവിടെ അടയാളപ്പെടുത്തി വെക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ദിവസത്തേക്ക് നമുക്ക് പോകാം. അടുത്ത ദിവസത്തെ ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ 1-ാം തീയതിയാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തെ സപ്പോർട്ടും റെസിസ്റ്റൻസുകളും നമുക്ക് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എവിടെയൊക്കെയാണ് അത് കണ്ടെത്താൻ പറ്റുന്നത്. ഇതൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഏരിയ ആയിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് എവിടെയാണ് വന്നിട്ടുള്ളത്? ഇന്നലത്തെ ക്ലോസിംഗ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് താഴെ നമുക്കൊരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് നമ്മൾ തൽക്കാലം ഇങ്ങോട്ടേക്ക് വെക്കാം എന്ന് കരുതിയാൽ ഇവിടെ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് പിന്നെ റീടെസ്റ്റ് ഒന്നും വന്നിട്ടില്ല. റീടെസ്റ്റ് ഇതിവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വോളിയം കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിൽ, അതായത് നമ്മളിവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഏരിയയിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 558 റെസിസ്റ്റൻസും 144ൻ്റെ സപ്പോർട്ടുമാണ് അവിടെ ഉള്ളത്. നേരെ മറിച്ച് ഇവിടെ മുകളിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ 310ൻ്റെ ഇല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 708ൻ്റെ സപ്പോർട്ടും 404ൻ്റെ റെസിസ്റ്റൻസുമാണ്. സോ ദാറ്റ് ഇതിനകത്ത് നമ്മളൊരു ചേഞ്ച് തൽക്കാലം ഇപ്പോൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അടുത്ത ദിവസം എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് എന്തായാലും ഒന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആ വോളിയം ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ കാണാം വോളിയം ഇന്നലത്തെ ദിവസം കുറവ് തന്നെയായിരുന്നു. മാർക്കറ്റ് അത്യാവശ്യം നല്ല മൂവ് ചെയ്തെങ്കിലും വലിയ വോളിയം ഒന്നും മാർക്കറ്റിൽ വന്നതായിട്ട് കാണുന്നില്ല. ടോട്ടൽ മൂവ് ഇന്നലെ കൊടുത്തിട്ടുള്ളത് 1.47% ആണ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ പോവുകയാണ്. 2-ാം തീയതി. 2-ാം തീയതി എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ വരച്ചിരുന്ന ഒരു റെസിസ്റ്റൻസ് ലൈനാണ്. അത് കുറച്ചധികം ബാക്കിലാണുള്ളത്. എന്നിരുന്നാൽ പോലും ആ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെന്ന് ഹിറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസിലാണ്. നമുക്കിവിടെ കാണാം സപ്പോർട്ടിൽ വന്ന് കിട്ടിയത് ഒത്തിരി നേരത്തിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തായാലും, അതായത് റെസിസ്റ്റൻസിൽ എപ്പോഴൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ടാവും. സപ്പോർട്ടിൽ എപ്പോഴൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ബൈ ചെയ്യുന്നുണ്ടാവും. പ്രൊവൈഡഡ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ, ഇവിടെ 9:15 ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മുകളിൽ ഒരു സെൽ ഓർഡർ വിടും, താഴത്തൊരു ബൈ ഓർഡർ വിടും. ഏതാണോ ആദ്യം ഹിറ്റ് ചെയ്യുന്നത് അത് നമ്മൾ എടുക്കും. എഗൻസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2-ാം തീയതി നമ്മൾ ഇവിടുന്ന് സെല് ചെയ്തിട്ടുണ്ടാവും. താഴത്തേക്ക് പോയേക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരെ ലോ പോയിട്ടുണ്ട്. 1:4.1 വരെ പോയിട്ടുണ്ട്. 1.41% വരെ പോയിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെ 1:2 റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ അന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടാകുന്നത് സെല്ലായിരിക്കും. അപ്പോൾ 2-ാം തീയതിയാണ്. 2-ാം തീയതി വ്യാഴാഴ്ച നമ്മൾ അന്നത്തെ ദിവസം ലോങ് എൻട്രി അല്ല എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഹിറ്റ് ചെയ്തത് സെല്ലാണ്. സോ നമ്മൾ ഷോർട്ട് ചെയ്തു. പ്രോഫിറ്റായിട്ട് നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടി. ആക്ച്വൽ റിസ്ക് റിവാർഡ് അന്ന് കിട്ടാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അന്ന് മാക്സിമം കിട്ടാവുന്നത് എത്രയാണ്? ഇവിടെ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ താഴത്തേക്ക് ലോ വരെ പോയി കഴിഞ്ഞാൽ 1:3 അടുത്ത് വരെ 3 ഹിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ ആക്ച്വൽ റിസ്ക് റിവാർഡ് 2 തന്നെ അടയാളപ്പെടുത്തുന്നുള്ളൂ. 1:3 നമ്മൾ അടയാളപ്പെടുത്തുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് എൻട്രി ടു നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റാണ്. എത്ര എണ്ണം ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, നെക്സ്റ്റ് ലെവൽ ഇവിടെ ടച്ച് ചെയ്തു. നെക്സ്റ്റ് ലെവൽ ടച്ച് ചെയ്താൽ 1, 2 എന്ന് നമ്മൾ അടയാളപ്പെടുത്തും. ഒരു ലെവലേ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തതിനെ ടച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത് 1 മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് സംഭവിച്ചിരുന്നത്. ഒരു ലെവൽ ഓഫ് ടാർഗറ്റ് മാത്രമേ അത് അച്ചീവ് ചെയ്തിരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 3-ാം തീയതിത്തെ ട്രേഡിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് നടത്തേണ്ടതുണ്ട്. ഇവിടെയും നമുക്ക് കാണാം മാർക്കറ്റ് ഈ ദിവസവും ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നല്ലൊരു അപ് ട്രെൻഡാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഷോർട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. റിവേഴ്സൽ ട്രേഡിങ്ങിൻ്റെ ഒരു ഗുണം ഇതും കൂടിയാണ്. ഇപ്പോൾ ട്രെൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, ട്രെൻഡ് ട്രേഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഈ ദിവസം എന്ത് ചെയ്യാനാണ് സാധ്യത? അവർ ഇവിടെ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ശേഷം താഴത്തേക്ക് സെല്ല് ചെയ്യും. അവർക്കിന്ന് ലോസ് അടിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഇനി 3-ാം തീയതി ആണ് ട്രേഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് 2-ാം തീയതി ഇതിനെ അപേക്ഷിച്ചിട്ടുള്ള മാർക്കിങ്ങുകൾ നടത്തണം. നമുക്കിവിടെ കാണാം ഇവിടെ നിന്നാണ് വലിയൊരു മൂവ് നടത്തിയേക്കുന്നത്. സോ ദാറ്റ് നമുക്ക് വോളിയം പ്രൊഫൈൽ എടുത്താൽ അതിവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
ഇതാ ഇവിടെ ഹ്യൂജ് വോളിയം വന്നിട്ടുണ്ട്. അത് ഈ ഒരു ഏരിയയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ്. സോ ദാറ്റ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസിനെ താഴത്തേക്ക് സപ്പോർട്ടിനെ താഴത്തേക്ക് ഇറക്കി വെച്ചു. അതേപോലെ തന്നെ ഇവിടെ നിന്നൊരു വൺ സൈഡഡ് വലിയ മൂവ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വോളിയം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലിനകത്ത് 186 60 വലിയ ഡിഫറൻസ് ആണ് അവിടെ ഉള്ളത്. സോ ദാറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഈ സപ്പോർട്ടിനെ മുകളിലേക്ക് കയറ്റി വെച്ചു. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരുന്നതാണ്. അതിലേക്ക് റീടെസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ വോളിയം 509 സപ്പോർട്ടിങ് വോളിയം അവിടെ ഉണ്ട്. സോ ദാറ്റ് നമ്മൾ അതിനകത്ത് ചേഞ്ചസ് ഒന്നും ഇനി വരുത്തുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കിനി വെർട്ടിക്കൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ വലിയൊരു 347Kയുടെ ഡൗൺ സൈഡ് വോളിയം ഇവിടെ കൊടുത്തപ്പോൾ പോലും ഇതിവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് വലിയൊരു മൂവ് മുകളിലേക്ക് കൊടുത്തേക്ക് നമുക്ക് കാണാം 401Kയുടെ വോളിയമാണ് അവിടെ ഉള്ളത്. സോ ദാറ്റ് അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങോട്ട് കയറ്റി വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ വെച്ചുകൊണ്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ട്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ എന്താണ് നടന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിൽ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മുകളിലേക്ക് തന്നെ പോയി ക്ലോസ് തരുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ പറഞ്ഞു നമ്മൾ താഴത്ത് എന്തായാലും ബൈ ഓർഡർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്തായാലും നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ഓർഡർ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? 0.5% സ്റ്റോപ്പ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴേ സ്റ്റോപ്പ് ലോസ് അടിക്കത്തുള്ളൂ. മേളിലേക്ക് നമുക്ക് 1:2 കിട്ടിയിട്ടുണ്ടോ? ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് അന്നത്തെ ദിവസം 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടില്ല. മറിച്ച് താഴത്ത് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇവിടുന്ന് ബൈ ആണ് എടുത്തിട്ടുള്ളത്, സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് അടയാളപ്പെടുത്തി വയ്ക്കാം. 3-ാം തീയതി നമ്മൾ ചെയ്തിട്ടുള്ളത് ലോങ് എൻട്രി അല്ല, നമ്മൾ ഷോർട്ട് ആണ് ലോങ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ബൈ ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ലോങ് എൻട്രി ഒരെണ്ണം അടയാളപ്പെടുത്താം. അന്ന് നമുക്ക് പ്രോഫിറ്റ് അല്ല കിട്ടിയിട്ടുള്ള ലോസാണ്. അപ്പോൾ ഒരു പോർഷൻ ലോസ്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 13 ലോസിങ് ഡേയ്സ് എന്നുള്ള സ്ഥാനത്ത് ഇപ്പോൾ അത് 14 അപ്പോൾ നമ്മുടെ വിൻ റേഷ്യോ ഇപ്പോൾ 58 മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിവിടെ അടയാളപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം പിന്നീട് പോയിട്ട് നമ്മുടെ ടാർഗറ്റ് ഒന്നും ഹിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി 3-ാം തീയതിത്തെ ഡേറ്റിൽ എന്തൊക്കെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസിലും വന്നിട്ടുള്ള മാറ്റം, അത് നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഇവിടെ കാണാം ഇവിടെ നിന്നാണ് വലിയൊരു മൂവ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അവിടുത്തെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡലിനെ അപേക്ഷിച്ച് ഇവിടെ വോളിയം അത്യാവശ്യം നല്ല വ്യത്യാസം, ഇരട്ടിയോളത്തിൻ്റെ വ്യത്യാസം അടുത്തേക്ക് കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇത് നമ്മൾ കുറച്ചൊന്ന് താഴത്തേക്ക് അത് താഴത്തേക്ക് ഇറക്കി വെക്കേണ്ട കാരണം ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു വലിയ ക്യാൻഡലിൻ്റെ മൂവ്. സോ അത് അവിടെ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 402 സപ്പോർട്ട് ഇവിടെ ഉണ്ട്, ഒപ്പം 274 റെസിസ്റ്റൻസേ അവിടെ ഉള്ളൂ. സോ അത് നല്ലൊരു സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് മുകളിലേക്ക് പോയി ഇവിടുന്ന് നല്ലൊരു സെൽ ഓഫ് വന്നതായിട്ട് തോന്നുന്നു. അവിടുത്തെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ 162. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹ്യൂജ് മൂവ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഏരിയയെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഹിറ്റ് ചെയ്യുന്നു, താഴത്തേക്ക് വലിയൊരു മൂവ് തന്നു, അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഇവിടെ നിന്ന് വോളിയത്തിൽ എന്ത് ചേഞ്ചാണ് കൊടുത്തിട്ടുള്ളതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഏരിയയിൽ പ്രീവിയസ് ക്യാൻഡലിനെ അപേക്ഷിച്ച് കൂടുതൽ വോളിയം ഉണ്ട്, അതിനുശേഷം നല്ല രീതിയിൽ ഫോള് തരുന്നുമുണ്ട്. സോ ദാറ്റ് നമുക്ക് ആ ഏരിയയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുകയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴേ കറക്റ്റ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല, പോകെ പോകെ അത് പതുക്കെ ശരിയായിക്കൊള്ളും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഏരിയയിൽ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് 4-ാം തീയതി എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 4-ാം തീയതി നമുക്ക് കാണാം നല്ലൊരു ക്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തേക്കുവാണ്. അത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യും. സോ ദാറ്റ് നമുക്ക് അന്നത്തെ ദിവസം ലോസ് ഹിറ്റ് ചെയ്യും. അപ്പോൾ 4-ാം തീയതി അല്ല, ആക്ച്വലി പിന്നെ മാർക്കറ്റുള്ളത് 6-ാം തീയതിയാണ്. അപ്പോൾ 6-ാം തീയതിത്തേക്ക് നമുക്കതൊന്ന് അടയാളപ്പെടുത്താം. 3-ാം തീയതി കഴിഞ്ഞ് പിന്നെ 6-ാം തീയതി. അപ്പോൾ 6 ജനുവരി 2025 തിങ്കളാഴ്ച നമ്മൾ ബൈ ആണ് എടുത്തിട്ടുള്ളത്. അന്നത്തെ ദിവസം മാർക്കറ്റ് നല്ല ക്രാഷായിരുന്നു. സോ ദാറ്റ് നമുക്ക് ലോസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ 15 ദിവസത്തെ ലോസിലേക്ക് മാറി 56% നമ്മുടെ വിന്നിങ് റേഷ്യോ കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കോൾ ഇന്ത്യയിൽ വലിയൊരു ഫോള് ആദ്യ ദിവസം നമ്മൾ കണ്ടു. ഇതെവിടെ പോയിട്ടാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഈ ഏരിയയിലും സപ്പോർട്ട് എടുത്തിട്ടില്ല.
അത് ബ്രേക്ക് ചെയ്ത് പിന്നെയും താഴത്തേക്ക് പോയി. അന്ന് നല്ല മൂവാണ് താഴത്തേക്ക് പോയിട്ടുള്ളത്. വലിയ രീതിയിൽ അത് താഴത്തേക്ക് ഹിറ്റ് ചെയ്തു. ഇവിടെ വന്നാണ് അത് സ്റ്റോപ്പായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഇവിടെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇരട്ടിയിലധികം വോളിയത്തിൻ്റെ സപ്പോർട്ടുണ്ട്. സോ ദാറ്റ് ആ ഏരിയയിൽ നമുക്കൊരു സപ്പോർട്ട് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ സപ്പോർട്ട് മാർക്ക് ചെയ്ത് വെച്ചു എന്ന് കരുതുക. നെക്സ്റ്റ് ഡേ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും, ഇതെല്ലാം ഇവിടെ നമ്മൾ സപ്പോർട്ട് പുതുക്കി വെക്കും. നമുക്കതിൻ്റെ വോളിയം കൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 104Kയുടെ സപ്പോർട്ടും 240. അപ്പോൾ ഇരട്ടിയിലധികം റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. സോ ഇത് നമ്മൾ വെച്ചു. ഒപ്പം തന്നെ നമുക്ക് കാണാം ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോന്നിട്ട് ഈ വലിയൊരു ഫോൾ താഴത്തേക്ക് വന്നിട്ട് കൃത്യമായി അതേ ലൈനിൽ റീടെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതായത് ആ റെസിസ്റ്റൻസ് കൺഫർമേഷനും അത് തന്നിട്ടുണ്ട്. ഒപ്പം വോളിയത്തിൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ താഴത്ത് വരുമ്പോൾ ഇവിടുന്ന് സപ്പോർട്ടാണ്. ഇത് നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് കയറ്റി വെക്കാവുന്നതാണ്. കാരണം ഈ ഒരു ബ്രേക്ക് കൊടുത്ത് പോയേക്കുന്നത് കൊണ്ടിട്ടാണ്. അവിടെ വോളിയം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ക്യാൻഡിലിൽ വോളിയം വന്നേക്കുന്നത് കഴിഞ്ഞ ക്യാൻഡിലിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ തന്നെയാണ്. നല്ലൊരു മൂവ് അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ ഏകദേശം ഒരു 0.5% ചേഞ്ചും ഇവിടുത്തെ റീടെസ്റ്റും കഴിഞ്ഞ് വീണ്ടും താഴത്തേക്ക് പോരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ വോളിയം നിങ്ങൾക്ക് കാണാം 938 വോളിയം ഈ ഏരിയയിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ് ഇല്ല സപ്പോർട്ട് ഇനി വരുമ്പോഴാകാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മാർക്കിങ്ങൾ നമ്മൾ വെച്ചു. അടുത്ത ദിവസം എന്താ സംഭവിച്ചേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഇവിടെ റെസിസ്റ്റൻസ് ഏരിയയിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി മുകളിലത്തെ റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴത്തേക്ക് പോന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലോസ് എന്തായാലും ഹിറ്റ് ചെയ്യുന്നുണ്ടാവും. എനിവേ ഫസ്റ്റ് ക്യാൻഡിലാണ് നല്ല മൂവ് മുകളിലേക്ക് ഓടി കയറിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മുകളിലത്തെ ലെവലിലാണ് സെല്ല് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അതല്ല മുകളിലാണെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ലൊരു എൻട്രിയാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു റിസ്ക് റിവാർഡും അവിടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്യാൻഡിൽ ആയതുകൊണ്ടും നല്ല മൂവ് അവിടെ നടന്നിട്ടുള്ളായിരിക്കുന്ന കൊണ്ടും നമ്മളവിടെ എൻട്രിയിലേക്ക് പോകാനുള്ള സാധ്യത ഈ ഒരു ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഇത് 1.4 മില്യണിൻ്റെ ഇല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ഏരിയ ആണ്. സോ ദാറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് നമ്മൾ സെല്ല് ചെയ്യാനുള്ള സാധ്യത ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ കുറച്ച് കുറവാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു നല്ല സെല്ലേഴ്സാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. സോ ദാറ്റ് ഇവിടുന്ന് സെല്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇതെല്ലാം ത്രൂ എക്സ്പീരിയൻസും കൂടെ കയറി വരേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തായാലും മുകളിൽ നിന്ന് സെല്ല് ചെയ്തതായിട്ട് ഇവിടെ എടുക്കുവാണ്. ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനം റിസ്ക് റിവാർഡ് മാക്സിമം കിട്ടാം? 0.5%. ഇനി ഈ ലെവൽ ഓഫ് ടാർഗറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2.5 റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട്. ഇനി ഡേ ലോ വരെ പോയി കഴിഞ്ഞാൽ 1:3.5 റിസ്ക് റിവാർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1:4 അത് പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം. നമുക്ക് 7-ാം തീയതി നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അത് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടാലേ കാര്യങ്ങൾ ക്ലിയർ ആകുന്നുള്ളെങ്കിൽ അതങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഇനി സപ്പോർട്ടും റെസിസ്റ്റൻസും മാത്രം വരയ്ക്കുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ഇനി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ബാക്ക് ടെസ്റ്റിങ്ങും കൂടെ നടക്കട്ടെ. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടി നമ്മൾ ഇതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 1:2 റിസ്ക് റിവാർഡാണ്. എന്നാൽ ആക്ച്വൽ റിസ്ക് റിവാർഡ് കൊടുത്തേക്കുന്ന 1:3 അത് കവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അടയാളപ്പെടുത്തി വെക്കുവാണ്. 57% വിൻ റേഷ്യോയിൽ 15 ദിവസം ലോസും 20 ദിവസം പ്രോഫിറ്റും ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ കണ്ടു 7-ാം തീയതി അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി 7-ാം തീയതിത്തെ ദിവസത്തെ അടയാളം വെച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലെവലുകൾ അടയാളപ്പെടുത്തണം. ഇവിടെ നമ്മൾ ഈ സപ്പോർട്ട് ഇവിടെ തന്നെ വെക്കുന്നുണ്ടാകും. ഇന്നലത്തെ ക്ലോസിങ് തന്നേക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ
ഇതിൻ്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇതിൻ്റെ താഴെയുള്ള സപ്പോർട്ട്, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടത്തേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം ഇവിടെ ഇത് വീണ്ടും റീടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല മൂവാണ് മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വോളിയം ചെക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. 190K വോളിയം ഇവിടെ ഉണ്ട്. ഇതിനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് അത് മുകളിലേക്ക് പോയേക്കുന്നത്. സോ ദാറ്റ് ഇവിടെ ഇത് സപ്പോർട്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്കിതിനകത്ത് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിസിബിൾ റേഞ്ച് വോളിയം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 125Kയുടെ സപ്പോർട്ടാണുള്ളത്. ഇനി ഇവിടെ വരുമ്പോഴാണെങ്കിൽ 1.3 മില്യൻ്റെ സപ്പോർട്ടും ഒപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ റെസിസ്റ്റൻസും ഇവിടെ ഉണ്ട്. സെയിം ഇവിടെ നോക്കിയാലും നമുക്ക് കാണാൻ നല്ല വോളിയം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ക്രൂഷ്യൽ പോയിൻ്റാണ് ഈ ലൈൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത ദിവസം എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മുകളിലത്തെ ലൈനിൽ പോയി ഇത് ഹിറ്റ് കൊടുത്തിട്ടില്ല, താഴത്തെ ലൈനിലാണ് ഇത് ഹിറ്റ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് നമ്മൾ ഇവിടെ ലോങ് എൻട്രിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ലോങ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് എന്താണ്, 0.5% സ്റ്റോപ്പ് ലോസ് അതെന്തായാലും താഴത്തേക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ആ ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ എൻട്രി എടുക്കും എന്തായാലും. ഇനി അവിടെ എൻട്രി എടുക്കാത്ത ഒരാളാണെങ്കിൽ പിന്നെ എൻട്രി എടുക്കാൻ പറ്റുന്നത് ഇവിടെ താഴത്താണ്. അപ്പോൾ ആരെങ്കിലും താഴത്ത് പോയിട്ട് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്നത്തെ ദിവസം പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പിന്നീട് അത് പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഇവിടുന്ന് ഹൈ വരെ 1:2 റിസ്ക് റിവാർഡ് സിംപിളി അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പക്ഷേ നമ്മൾ എടുക്കുന്ന രീതി വെച്ചിട്ട് ഇന്നത്തെ ദിവസം ഈ സപ്പോർട്ടിൽ നമ്മൾ പോയി എൻട്രി എടുക്കും. അത് നമുക്ക് ലോസും തരും. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് അത് തന്നെയാണ്. ഡേറ്റ് 8-ാം തീയതിയാണ്. 8-ാം തീയതി ബുധനാഴ്ച നമ്മൾ ലോങ് എൻട്രി എടുക്കും. നമുക്കത് ലോസ് തരും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും അടയാളപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ 8-ാം തീയതി ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാം നല്ല രീതിയിൽ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. വീണ്ടും ഇവിടെ വന്നു, ഇവിടെ നിന്ന് നല്ല രീതിയിൽ മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. സോ ദാറ്റ് ഈ ഏരിയ നല്ല സപ്പോർട്ട് ഏരിയ ആണ്. പക്ഷേ അത് കൃത്യമായിട്ട് എവിടെ വരയ്ക്കണം അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതിവിടെ ഒരു ബിഗ് മൂവാണ് തന്നേക്കുന്നത്. ഇവിടെ വിസിബിൾ റേഞ്ച് നോക്കിയിട്ട് അത് കുറച്ച് ഗഡ്ബഡാണ്. സോ ദാറ്റ് നമുക്കിതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ വോളിയം കയറി വന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നീട് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്തപ്പോഴൊക്കെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ട് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് ആ പോയിന്റിൽ നിന്ന് 0.5% മൂവ് കൊടുത്തിട്ടുമില്ല. സോ ദാറ്റ് നമ്മൾ ആ ബ്രേക്ക് ചെയ്ത ഫസ്റ്റ് ടൈം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയ ഏരിയ തന്നെ ഓർഡർ ബ്ലോക്കായിട്ട് അടയാളപ്പെടുത്തുവാണ്. അത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ച് കഴിഞ്ഞ് നമുക്കിവിടെ കാണാം, ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നെങ്കിലും ഇത് 0.5% താഴത്തേക്ക് പോയിട്ടില്ല. സോ അവിടെ ഒരു റിസ്ക് എലമെൻ്റ് ഇല്ല. രണ്ടാമത് ഇവിടുന്ന് ഒരു വലിയ മൂവ് കൊടുത്തപ്പോഴും അതേ പോയിന്റിൽ തന്നെയാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്. ഒപ്പം തന്നെ ആ ക്യാൻഡലിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോലെ പ്രീവിയസ് ക്യാൻഡിൽ സെല്ലേഴ്സ് കൂടുതലുണ്ടായിരുന്നു എങ്കിൽ പോലും കുറഞ്ഞ വോളിയത്തിൽ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. അതിനുശേഷം ഹ്യൂജ് വോളിയം കയറി വന്നിട്ടുമുണ്ട്. സോ ദാറ്റ് ആ ഏരിയ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുവാണ്. ഇനി ക്ലോസിംഗ് കൊടുത്തേക്കുന്നത് ഇവിടെയായിരുന്നു. നമുക്കറിയാം ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നുള്ളൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെ താഴത്തെ സപ്പോർട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്നത്തെ ദിവസവും നമുക്ക്, അതായത് 9-ാം തീയതി നമുക്ക് ലോസേ കിട്ടത്തുള്ളൂ. താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് അളന്ന് നോക്കാനില്ല, അന്നത്തെ ദിവസം ലോസ് തന്നെ കിട്ടത്തുള്ളൂ. സോ ദാറ്റ് നമുക്ക് ആ ദിവസവും കൂടെ റെക്കോർഡ് ചെയ്ത് വെക്കാം. 9-ാം ദിവസം വ്യാഴാഴ്ച നമ്മൾ ലോങ് എൻട്രി എടുക്കും, നമുക്ക് ലോസ് കിട്ടും. വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല. ഇനി ഈ 9-ാം തീയതിത്തെ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ക്ലോസിംഗ് കൊടുത്തേക്കുന്നത് ഇവിടെയാണ്. സോ ദാറ്റ് നമ്മൾ അന്നത്തെ റെസിസ്റ്റൻസ്, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ വരയ്ക്കും. കാരണം ഇതിവിടെ നല്ല ഫോളാണ് കൊടുത്തേക്കുന്നത്. ആ ഫോള് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം ഇവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നത് അതേ പോയിൻ്റ് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ റെസിസ്റ്റൻസ് വരയ്ക്കുന്നു. ഇനി അതിൻ്റെ വോളിയം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള പ്രീവിയസ് ക്യാൻഡിൽസ് അപേക്ഷിച്ച് ഹ്യൂജ് വോളിയം അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സെല്ലിങ് അവിടെ നടന്നിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് നല്ല സെല്ലിങ് നടന്നിട്ടുണ്ട്. റീടെസ്റ്റ് വന്നപ്പോഴൊക്കെ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് പോയിട്ടുമില്ല. സോ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇവിടെ അതിൻ്റെ വോളിയം പ്രൊഫൈൽ നോക്കുമ്പോഴും നമുക്കറിയാവുന്നത് അതുതന്നെയാണ്. മുകളിൽ ഇത്രയും ഏരിയയിൽ നിന്ന്
ഇവിടം തൊട്ട് 348 സെല്ലിങ്ങും 288 ബൈയിങ്ങുമാണ് നടന്നിട്ടുള്ളത്. സോ ദാറ്റ് ഇവിടെ നിന്ന് നല്ല സെല്ലിങ് സൈഡാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി വെക്കുന്നു. നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഇവിടെ തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്, മാറ്റമൊന്നും വരുത്തുന്നില്ല. അടുത്ത ദിവസത്തെ ട്രേഡിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നല്ല രീതിയിൽ ഇവിടം വരെ വന്ന് ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വന്ന് ഹിറ്റ് കൊടുക്കാൻ പറ്റിയില്ല, മാർക്കറ്റ് താഴത്തേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഇവിടെ ഇട്ടേക്കുന്ന ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് എൻട്രി എടുത്തിട്ടില്ല എങ്കിൽ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടാകും. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നുള്ളതിനെ മാക്സിമം ഇങ്ങോട്ട് തന്നെ, അതായത് ആ ക്യാൻഡലിൻ്റെ ഹൈ എത്രയാണോ അതിലേക്ക് തന്നെ ഇറക്കി വയ്ക്കാവുന്നതാണ്. പിന്നെ താഴത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് വന്നിട്ടില്ല, അപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നോ ഇല്ലയോ അത് നമുക്ക് കണ്ടുപിടിക്കണം. അത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കണം. അതും കൂടെ ലൈവായിട്ട് നമുക്കൊന്ന് നോക്കിപ്പോകാം. ഇവിടെ നമ്മുടെ ഡേറ്റ് 25 ജനുവരി 2010 അപ്പോൾ നമുക്ക് ഡേ ചാർട്ടിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ആദ്യം നമ്മൾ നിന്നേച്ച ഡേറ്റിലേക്ക് പോകണം. അതായത് 25 ജനുവരി ജനുവരി 10 ജനുവരി 10 2025 അതിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ജനുവരി 10 2025 ഇതാണ്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ജനുവരി 6, 7, 8, 9, 10 യെസ്, നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് ഇവിടെ ഒന്നും നമുക്ക് ചാർട്ടില്ല, ഇനിയുള്ളത് ഇതാണ്. അപ്പോൾ ഈ ലൈനിന് താഴെ ഈ ഒരു ദിവസം, അതായത് 2024 ജനുവരി 18 18 ജനുവരിയും പിന്നെ 28 ഡിസംബർ 2023 ആണ് ആ റേഞ്ചിൽ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ദിവസത്തേക്ക് പോയിട്ട് അവിടുന്ന് നമുക്ക് സപ്പോർട്ടോ റെസിസ്റ്റൻസോ കണ്ടെത്താൻ പറ്റണം. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ജനുവരി 18, 2024 നമുക്ക് പോകാം. അപ്പോൾ 5 മിനിറ്റിലേക്ക് ഇനി നമ്മൾ സ്വിച്ച് ചെയ്യണം. അതിനുശേഷം 2024 ജനുവരിയിലേക്ക് പോകണം. 2024 ജനുവരി 18 യെസ്, ഇതാണ് ജനുവരി 18. ഇവിടം വരെയാണ് അന്നത്തെ ദിവസം മാർക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഇനി എന്നാൽ നമ്മൾ കണ്ട 23 ഡിസംബർ ഉണ്ട്, 23 ഡിസംബർ ഉണ്ട്. അപ്പോൾ ആ ഡേറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് കഴിഞ്ഞാൽ 23, ഇത് ജനുവരി 18 ജനുവരി. ഇനി ഈ ഡേറ്റ് 28 ഡിസംബർ 28 2023. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്കിനി ഒന്ന് പോകേണ്ടതുണ്ട്. 28 ഡിസംബർ 28 അവിടെ വന്നപ്പോഴും നമുക്ക് കാണാം, ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ ആ ഏരിയ ആണ്. ഇവിടെ നിന്നാണത് ഹ്യൂജ് ബൈ ഓർഡർ വന്ന് പോയിട്ടുള്ളത്. സോ ദാറ്റ് നമുക്കിതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെക്കുകയാണ്. ഇനി ഇതിൻ്റെ താഴത്തൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എവിടെ മാർക്ക് ചെയ്യും? ഇവിടെ വരെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ഏരിയ ഇവിടെ നിന്നാണ്, ഈ ഒരു ഫോളിന് ശേഷമുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് തൽക്കാലം അടയാളപ്പെടുത്തുവാണ്. അത് എനിക്ക് തോന്നുന്നു ഇവിടെ കയറ്റി അടയാളപ്പെടുത്താം. ഓക്കെ, ഇനി അത് തമ്മിലുള്ള ഡിഫറൻസും കൂടെ നമുക്കൊന്ന് നോക്കാം. ഏരിയ ഡിഫറൻസ് 0.5% ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേറ്റിലേക്ക് വരാം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 10 തീയതിത്തെ ട്രേഡാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 10 2025 ജനുവരി 2025 ജനുവരി 10 തീയതി. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കലി ഏകദേശം 1 വർഷം 2 വർഷം പിന്നിലേക്ക് പോയിട്ടാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രസൻറ്റ് 2 വർഷത്തിന് ശേഷമുള്ള മാർക്കറ്റിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും കൂടിയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. യെസ്, അപ്പോൾ ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ താഴത്തേക്ക് നല്ലൊരു ഫോള് തന്നു. ആദ്യം ഇവിടെ ഹിറ്റ് ചെയ്തു. ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ സംശയമൊന്നും വേണ്ട, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു.
ഇനി അതിന് താഴത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എൻട്രി എടുത്തു എന്ന് കരുതിയാൽ അയാൾക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയോയെന്ന് ചോദിച്ചാൽ അയാൾക്കും സ്റ്റോപ്പ് ലോസ് കിട്ടിയും. എനിവേ ഇത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈൻ അന്നത്തെ ദിവസം ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കിട്ടിയത്. സോ ഇത് സപ്പോർട്ടായിട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വർഷം പിന്നിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ അത്ര കൃത്യതയോടെ പാലിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ ഇവിടുന്ന് വീണ്ടും മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചു വന്നപ്പോൾ എക്സാക്ട്ലി ആ ലൈൻ വീണ്ടും സപ്പോർട്ടായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എനിവേ ഈ ദിവസവും നമുക്ക് ലോസേ കിട്ടത്തുള്ളൂ, അതിനകത്ത് സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് അടയാളപ്പെടുത്തി പോവുകയാണ്. വെള്ളിയാഴ്ച 10-ാം തീയതി നമ്മൾ ലോങ് എൻട്രി എടുക്കും. അതിനകത്ത് നമുക്ക് ലോസ് കിട്ടും. അപ്പോൾ 53% വിൻ റേഷ്യോയിലേക്ക് നമ്മൾ വന്നേക്കുന്ന 20 ദിവസം പ്രോഫിറ്റും 18 ദിവസം ലോസും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ദിവസത്തെയും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രക്രിയ, ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പറയാനിരുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇവിടെ തന്നെ മാർക്കറ്റ് ഇനി എപ്പോൾ വരുന്നോ അവിടുന്ന് ഹ്യൂജ് സെൽ ഓഫ് ഇല്ലെങ്കിൽ സെൽ സൈഡ് തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് റിവേഴ്സ് ആകാനുള്ള സാധ്യതയാണ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയേക്കാളും 1% കൂടുതൽ, അതായത് 51% സാധ്യത നമുക്ക് സെല്ലിംഗ് സൈഡിലേക്ക് അവിടെ കിട്ടും. ബിക്കോസ് ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. അവിടെ പോയി ഒരാൾ സെല്ല് ചെയ്തിരുന്നു എങ്കിൽ അയാൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം 11:30 കൂടിയാണ്. അവിടെ നിന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് 1.5% മൂവ്, അതായത് 1:3 റിസ്ക് റിവാർഡ് അവിടെ നിന്ന് കിട്ടാവുന്നൊരു ട്രേഡ് കിട്ടും. ഇനി അടുത്ത ദിവസം ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നമ്മളൊരു റെസിസ്റ്റൻസായി മാർക്ക് ചെയ്തിരുന്ന ഏരിയയാണ് പ്രീവിയസ് ഡേയിൽ നിന്ന്. അതിനു മുമ്പ് നമുക്കിതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സപ്പോർട്ട് നമ്മൾ ഇവിടുന്ന് ഇറക്കി വയ്ക്കും, കാരണം ഇവിടെ നിന്നാണ് വലിയൊരു മൂവ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ വോളിയം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലെ വോളിയം പ്രീവിയസ് ക്യാൻഡിലിനെ അപേക്ഷിച്ച് ഹയർ ലെവലിൽ അത് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളത് എടുക്കേണ്ടതുണ്ട്. അതെടുത്തു. ഇനി തൊട്ട് താഴത്തെ ഈ ഒരു ലൈനിനെ എങ്ങോട്ടേക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും വോളിയം കയറി വന്നേക്കുന്ന കാണാം. സോ ദാറ്റ് നമ്മൾ ഇതിനെയും ഈ ഒരു താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസത്തെ ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓപ്പൺ ചെയ്തേക്കുന്ന ആ ലൈനിലാണ്, താഴത്തേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകിൽ ഇവിടെ ഹിറ്റ് ചെയ്യാത്തതുകൊണ്ട് അവിടെ നമുക്ക് എൻട്രി ഇല്ല, നേരെ മറിച്ച് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മളിവിടെ സെല്ല് ചെയ്യുന്നുണ്ടാകും. ഉറപ്പായിട്ടും നമുക്ക് ലോസ് കിട്ടാനുള്ള സാധ്യത, അതെ, നമുക്ക് അന്നത്തെ ദിവസം ലോസ് കിട്ടും. അപ്പോൾ 13-ാമത്തെ ദിവസവും നമുക്ക് ലോസ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ ഷോർട്ട് സെല്ലാണ് അവിടെ ചെയ്തിട്ടുള്ളത്, നമുക്ക് ലോസ് കിട്ടും. ഒപ്പം തന്നെ ആ ദിവസം നമ്മൾ കറക്റ്റായിട്ട് ട്രേഡ് എടുക്കണമെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് എടുത്തു വരേണ്ടത് ഉണ്ട്. അപ്പോൾ 13 ജനുവരി 2025 നമ്മളവിടെ ഷോർട്ട് സെല്ലാണ് ചെയ്യുക, ലോസാണ് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി എൻട്രി എടുക്കണമെങ്കിൽ നമ്മൾ 2023 പോയി ഡിസംബറിൽ പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടെത്തിയിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ഇതിന് താഴെ നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നോ? കാരണം ഇവിടെ നമ്മൾ സെല് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താ കാര്യം, ഇവിടെ ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നോന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ 2023 ഡിസംബർ 28 മുന്നിലേക്ക് നമുക്ക് പോകണം. ഡിസംബർ 28 നമ്മുടെ ലാസ്റ്റ് ലൈൻ നമ്മൾ വരച്ചേക്കുന്ന ഇവിടെയാണ്. അതിന് താഴത്ത് ഇവിടെ നിന്നൊരു സപ്പോർട്ട് കയറി വന്നിട്ടുണ്ട്. അതിൻ്റെ വോളിയം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. 296ഉം 122. അപ്പോൾ നല്ല സപ്പോർട്ട് അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ട് റീടെസ്റ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് അവിടെ ഒരു ലൈൻ കൃത്യമായി മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ വോളിയം ഡിഫറൻസും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല സെല്ല് നടന്നിട്ടുണ്ട് 179K. നെക്സ്റ്റ് ക്യാൻഡിൽ ചെറിയ വോളിയമേ വന്നിട്ടുള്ളൂ അതിനെ അപേക്ഷിച്ച്, എന്നിട്ട് പോലും അത് ബ്രേക്ക് ചെയ്ത് പോയി എന്നുള്ളതാണ്. സോ ദാറ്റ് അത് നല്ല സപ്പോർട്ടായി മാർക്ക് ആകും എന്ന് അർത്ഥം. ഇനി നമുക്ക് ഇന്നത്തെ ഡേറ്റിലേക്ക്, അതായത് നമ്മൾ ലാസ്റ്റ് ട്രേഡ് എടുത്ത ഡേറ്റ് 13 ജനുവരി 2025. 13 ജനുവരി
അപ്പോൾ ആ ഒരു ലൈൻ നമ്മൾ ഹിസ്റ്റോറിക്കലി മാർക്ക് ചെയ്ത് വച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇവിടെ സെല്ല് ചെയ്യത്തില്ല, മറിച്ച് നമ്മളിവിടെ ബൈ ആയിരിക്കും ചെയ്യുന്നത്. ബൈ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. പിന്നീട് നല്ല മൂവ് മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എഴുതി വെച്ചേച്ചത്, നമ്മുടെ ബാക്ക് ടെസ്റ്റിൽ എഴുതി വെച്ചേച്ചത് നമുക്ക് റീറൈറ്റ് ചെയ്യണം. കാരണം ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും സെൽ ഓർഡർ ഇട്ടിട്ടുണ്ടാവില്ല. കാരണം സെൽ ഓർഡർ കിടക്കുന്ന ആ സമയത്ത് ഇവിടെ ആയിരിക്കും. കാരണം ഓപ്പണിംഗ് കൊടുത്തേക്കുന്നത് ഇവിടെയാണ്. ബൈ ഓർഡർ കിടക്കുന്നത് ഇവിടെയും ആയിരിക്കും. അപ്പോൾ ബൈ ഓർഡറെ ട്രിഗർ ആകത്തുള്ളൂ. സോ ദാറ്റ് നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സ്റ്റോപ്പ് ലോസ് എന്തായാലും അന്നത്തെ ദിവസം ഹിറ്റ് ചെയ്യത്തില്ല. നമ്മൾ 1:2 റിസ്ക് റിവാർഡാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1:2 ഇവിടെ തന്നെ ഈ ഡേ ഹൈ ബ്രേക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് 1:2 കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ഹൈ വരെ പോയേക്കെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1:3 റിസ്ക് റിവാർഡ് കിട്ടുന്ന ട്രേഡാണ്. സോ ദാറ്റ് ഇത് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യണം. നമ്മൾ അന്ന് ബൈ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് കിട്ടി, ലോസ് അല്ല. 1:3 റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 54% വിൻ റേഷ്യോ, 18 ദിവസം ലോസും 21 ദിവസം പ്രോഫിറ്റും. ഇതാണ് നമുക്ക് ആക്ച്വലി ഇപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു ചാർട്ടിൽ നിന്ന്, അതായത് 1-2 വർഷം മുന്നിലത്തെ പ്രൈസ് പോയിൻ്റ് കണ്ടെത്തി അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വന്ന് ഇന്ന് ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ പോലും അതിവിടെ വർക്ക് ആവുന്നു എന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ആണ് കുറച്ച് സിമ്പിൾ, ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നതിനേക്കാളും ധാരാളം. അപ്പോൾ ആ രീതിയിൽ എടുക്കാൻ വേണ്ടി പ്രൈസ് ആക്ഷൻ ട്രേഡുകൾ എടുക്കണമെങ്കിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ കണ്ടെത്തണം. അതായത് മേജർ സപ്പോർട്ടും മേജർ റെസിസ്റ്റൻസും കണ്ടെത്തണം. ഈ ഒരു സപ്പോർട്ട് നമ്മൾ കണ്ടെത്തിയത് 2023 ഡിസംബറിലെ സപ്പോർട്ടാണ്. എന്നിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതോ 2025 ജനുവരിയിൽ അതേ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നമ്മൾ ബൈ എടുത്ത് ട്രേഡ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? 1:3 റിസ്ക് റിവാർഡും കിട്ടി. അപ്പോൾ ഇതാണ് പ്രൈസ് ആക്ഷൻ്റെ പ്രാധാന്യം. നിങ്ങൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇതാണ്. ഇനി ആദ്യം വരയ്ക്കുമ്പോഴൊന്നും നമുക്കറിയാം, നമ്മളെല്ലാവരും തുടങ്ങുമ്പോൾ പിച്ച വെച്ച് നടന്നപ്പോൾ എത്ര തവണ വീണിട്ടാണ് നമ്മൾ നടക്കാൻ പഠിച്ചത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും. നമ്മൾ പുതിയൊരു കാര്യമാണ് ചെയ്ത് പഠിക്കുന്നത്. നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തെറ്റുകൾ ഒത്തിരി വരുന്നുണ്ടാകും, നമുക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല, കുറച്ച് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടാകും. നിങ്ങൾ ബേജാറാവേണ്ട. നിങ്ങൾ വളരെ സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടെ നിരന്തരമായി ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഇത് കറക്റ്റായി മാർക്കറ്റുമായിട്ട് നമ്മൾ സിങ്കായി വരുന്നത് കാണാൻ പറ്റും. അതിനനുസരിച്ച് നമ്മളുടെ ട്രേഡിംഗ് വളരെ വളരെ വിജയത്തിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണും വരെയും താങ്ക് യു.